ഹലോ സുഹൃത്തുക്കളെ, കാലത്ത് തന്നെ കുപ്പിയും മൈദയൊക്കെ ആയിട്ട് പാലത്തിന് മുകളിലേക്ക് വന്നതാണ്. കുപ്പിയിട്ട് മാലാം പിടിക്കാമെന്ന് കരുതി നമ്മൾ ഇന്നലെയൊക്കെ പിടിച്ചിരുന്നു. മിക്കവാറും പിടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വരുമ്പോഴേക്കും കാലത്ത് നല്ല മഴയായിരുന്നു, നല്ല കാറ്റും മഴയായിരുന്നു. മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടുന്ന് വിടാം. അപ്പോഴാണ് നമ്മുടെ പെങ്ങളുടെ മകൻ്റെ ഒരു വീട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇതിപ്പം അവിടെ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് നമ്മുടെ കക്കടപ്പുറം, അതായത് വെങ്ങര ഗേറ്റിന് പകരമായിട്ട് എടുക്കുന്ന ഈ മുകളിലൂടെ ഓവർ ബ്രിഡ്ജ്, റെയിൽവേ ക്രോസിങ്, അത് 3 വർഷത്തോളമായി ഈ ഒരു ഗതിയിൽ ഇങ്ങനെ ഇട്ട് കിടക്കുന്നത്. അതായത് ആ റെയിൽവേൻ്റെ മുകളിൽ മാത്രം സ്ലാബ് ഇട്ടില്ല. അത് അങ്ങനെ ഒരു കാഴ്ച. ഇനി നമ്മളിപ്പം നേരെ എരിപുരത്തേക്ക് പോവാണ്. ഇത് മാടായിപ്പാറ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാടായിപ്പാറ കാണുമ്പോൾ ഇനി ശ്രീ വടുകുന്ന ശിവക്ഷേത്രം തന്നെ. അതെ, ഇവിടെ അതൊക്കെ കഴിഞ്ഞ് എരിപുരം പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തി. ഇവിടെ ഒരു റൗണ്ട് അപ്പുണ്ടോ, അതിന് അതാ ഈ കാണുന്ന ഡിവൈഡറിൻ്റെ നിലയിൽ ഞാനൊരു വണ്ടി അപകടത്തിൽപ്പെട്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ 2 പ്രാവശ്യമായിട്ട് ടാങ്കർ ലോറി കയറിയതാണ്. ലോഡ് വണ്ടി, ഒരു ടാങ്കർ ലോറിയും ഒരു ലോഡ് വണ്ടിയും കഴിഞ്ഞ വർഷം കയറി, 2 വർഷം മുമ്പിൽ കയറി. കഴിഞ്ഞ 1.5 മാസം മുമ്പും ഇവിടെ ഒരു ബിൽഡിംഗ് തകർത്തിട്ടാണ് ഈ റൗണ്ട് അപ്പിട്ട് വലിയൊരു അപകടം സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും വലുത് ഇവിടെ ആവശ്യമില്ല, ചെറുതാക്കിയാൽ മതിയായിരുന്നു. ഇവിടെ 4 റോഡ് യോജിക്കുന്ന സ്ഥലമാണിത്. ഇത് പഴയങ്ങാടി ഭാഗത്തേക്ക്, അതുപോലെ യാത്ര മുട്ടം തളിപ്പുറം. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമ്മൾ ചായ കുടിക്കാം. പക്ഷേ ഉച്ചവരെ ഉള്ളത്. ഉച്ച കഴിഞ്ഞാൽ അടുത്തുള്ളൊരു ഷോപ്പ് തുറക്കുന്നു. ഇവർ നല്ല സഹകരണത്തിൽ പോകുന്നുണ്ട്. 2 കടയാണ്. വൈകിട്ട് വേറൊരു ഷോപ്പുണ്ട് അതിൻ്റെ തൊട്ട്. ഇവിടുന്ന് നമ്മളങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ചായയെല്ലാം നല്ല ചായയും കടിയും അവർ കൂട്ടാൻ നേരമായി. അതുകൊണ്ടാണ് ആ കടികളൊന്നും കാണാം. അങ്ങനെ ഉള്ള കടികളും തിന്ന് നമ്മൾ പുറപ്പെടുകയായി ചന്തപ്പുരയിലേക്ക്. അവിടെ മറ്റൊരു നമ്മുടെ മരുമകൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചില്ലറ കാര്യങ്ങൾ നമുക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ റൂട്ടൊക്കെ ഒന്ന് കാണിച്ചാൽ നല്ല വയനാട് പോലുള്ള സ്ഥലം. അങ്ങനെ ചന്തപ്പുര റോഡ് ഒന്ന് കയറി. ഞാൻ വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ്, കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ്. ഓക്കെ, നല്ല രസമുള്ള പറ്റി എന്താണ് നല്ല വയനാട് പോലെ കിടക്കുന്നത്. മൂടിമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടയാണ്. കോടഞ്ഞു. ഓക്കെ, അവിടെ എത്തി. നമ്മുടെ സൈറ്റിലെത്തി. ഇതിപ്പം നമ്മുടെ തൊട്ടടുത്ത് ഈ സൈറ്റ് കച്ചവടം എത്തിക്കുന്ന ഒരാളുടെ വീട്ടിൻ്റെ അടുത്താണുള്ളത്. നമ്മൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ സൈറ്റ്. അങ്ങനെ നമ്മുടെ അവിടത്തേക്ക് പുറപ്പെട്ടു. ഇല്ല, ഇത് വഴി ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഈ കാണുന്ന റോട്ടിലൂടെ കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സൈറ്റ്. ഈ കാണുന്ന സൂം ചെയ്ത് കാണിക്കുന്നതൊക്കെ നമ്മൾ വെച്ച് അത് ഒരു മാവാണ്. എല്ലാം കാട് കയറി കിടക്കുന്നു. കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ചതാണ് നടക്കുക. അവിടെ എല്ലാം കാട് കയറി കിടക്കും. അങ്ങനെ അതൊക്കെ കണ്ടു നമ്മൾ പുറപ്പെടാം. ഇതാണ് തിരിച്ചു വരുന്ന വഴിയാണ്. ഇത് നല്ല നെൽപ്പാടങ്ങൾ ഇതൊക്കെ കണ്ട. റോഡിൽ കാണുന്ന ഇതൊക്കെ ഈ റോബിജാലിൻ്റെ കുറേ സ്ലാബുകൾ പാതി വാർത്തിട്ട്. ഇത് കഴിഞ്ഞ സർക്കാർ ചെയ്തതാണോ പുതിയ സർക്കാർ ചെയ്തതാണോ അറിയില്ല. പാതി റോഡിൻ്റെ പാതി വരെ ചെയ്തിട്ട് പാതി ഭാഗം അങ്ങനെ കിടക്കുന്നു. 3 സ്ഥലത്തുണ്ട് അതുപോലെ. നല്ല ഒരു ഏരിയ ആണ്. നമ്മൾ കുറച്ച് താഴത്തോട്ട് വന്നു. ഈ നേരെ പ്ലാത്ര റോഡാണ് പിടിക്കുക. പ്ലാത്ര ബസ് റൂട്ടുള്ള റൂട്ടാണത്. പ്ലാത്ര ഏതാണ്ട് 5-6 കിലോമീറ്റർ ഉണ്ടാവും. 6 കിലോമീറ്റർ ഉണ്ടാവും പ്ലാത്രയിലേക്ക്.